ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എൻ്റെ ബൈബിൾ റീഡിങ്ങിൽ സംബന്ധിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ കടന്നുപോയ കുറേ കാര്യങ്ങളായിരുന്നു നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിന് അതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവമായിരുന്നേ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. ജാനുവരി 6-ാം തീയതി ആയിരുന്നു റോസ് ചേച്ചി ഗ്രൂപ്പിലിട്ടായിരുന്നു, ഇൻ്റർസെഷൻ ടീം ഈസ് പ്രേയിങ് ഫോർ ഹീലിംഗ്, ആർക്കെങ്കിലും എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ പറയാമെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നേ. അതിൽ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, എൻ്റെ അനിയത്തിയുടെ മോള് കുറച്ച് വാശിക്കാരിയാണ്, 10ലാണ് പഠിക്കുന്നത്. ഭയങ്കര മൊബൈൽ അഡിക്ഷനും ഭയങ്കര ലാപ്ടോപ്പ് വേണമെന്നുള്ളതും പുറത്തുനിന്നേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ള വാശിയും ഭയങ്കര വഴക്കും ഇതുമൊക്കെ ആയിരുന്നു. അപ്പം ഇതിന് ഒരു ഹീലിങ്ങിന് വേണ്ടി ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പം ചേച്ചി പ്രാർത്ഥിച്ചിട്ടാണെന്ന് തോന്നുന്നു. ചേച്ചി പറഞ്ഞു 7 പ്രാവശ്യം ഇതിനു വേണ്ടി ബൈബിള് റീഡ് ചെയ്യ്. അതൊരു ഇൻഡിവിജ്വൽ ഇൻറ്റൻഷനായിട്ടല്ല, അതൊരു കോമൺ ഇൻറ്റൻഷനായിട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ അതിന് ശരി ഞാൻ ചെയ്തോളാം ചേച്ചി എന്ന് പറഞ്ഞേ. അത് 6-നായിരുന്നു. അത് കഴിഞ്ഞ് 7-ന് അനിയത്തിയുടെ കൊച്ച് ഹോസ്പിറ്റലിൽ കയറി ഭയങ്കര വൊമിറ്റിംഗ് ആയിട്ട് 2 ദിവസം പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അതിൻ്റെ റീസൺ ഒന്നും അറിയാൻ സാധിച്ചില്ല. 9-ാം തീയതി അവൾ പറയുന്നു, ഞാൻ കുറച്ച് ഡോളോ എടുത്ത് കഴിച്ചായിരുന്നെന്ന്. എന്തോ വാങ്ങിച്ച് കൊടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ദേഷ്യം കയറി ചെയ്തതാണ്. അത് 1-2 ഡോളോ അല്ല, 14 ഡോളോ 650 കഴിച്ചിട്ടാണ് അവളുടെ ഈ വൊമിറ്റിങ് അങ്ങ് മാറുന്നേയില്ല. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇന്നർ ഓർഗൻസ് തകരാറിലാണ്, അത് ഫെയിലിയറിൻ്റെ അറ്റം വരെ എത്തിയെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര നെഞ്ചരിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടുമായിട്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് 9th ഡേ എങ്ങനെ ഈ വിവരം ഈ കൊച്ചു പറയുന്നത്, 10th ഡേയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് പറഞ്ഞ് കുർബാന അവൾക്ക് വേണ്ടി കാശ് കൊടുത്ത് ചെല്ലിച്ച് ഞങ്ങൾ പങ്ക് കൊണ്ടു. അന്ന് രാവിലെയൊക്കെ ചെറുതായിട്ട് കുറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. പക്ഷേ എന്നാലും ഇത് ഇന്നർ ഓർഗൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ, അവർ പല ടെസ്റ്റുകൾ ചെയ്യുന്നു, അത് കൂടി വരുന്ന പോലാണ് നമുക്ക് തോന്നിയത്. പിന്നെ 12th ഡേയിലാണ് നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയ ഭാഗം ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായം മുതൽ 49 വരെയായിരുന്നേ അന്ന് ഞാൻ വായിച്ചത്. അതിൽ ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു, അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു എന്നും യാക്കോബ് എഫ്രായിമിനെയും മനാസയെയും ഒക്കെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്, ഇത് തിരിച്ച് കയറി വരുമല്ലോ എന്ന് പറഞ്ഞാൽ ഇവളെ തിരിച്ച് കിട്ടുകയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതും. അവളുടെ കണ്ടീഷനും അതുപോലെ മോശമായിക്കൊണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് 13-ാം ദിവസം എനിക്ക് വായിക്കാൻ കിട്ടിയത് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 13 മുതൽ 7 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൻ്റെ അകത്ത് ഞാൻ വായിച്ചത് ഏലീഷ പ്രവർത്തനം തുടങ്ങുന്നു, വിധവയുടെ എണ്ണയുടെ കാര്യവും പിന്നെ ശൂനാൻകാരിയുടെ മരിച്ച മകനെ പ്രവാചകൻ ഉയർപ്പിക്കുന്നതായിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി, ഈ കൊച്ചിനെ ദൈവം ഒരവസരം കൂടെ കൊടുക്കുക. അതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് ആ വചനം എനിക്ക് വായിക്കാനും കിട്ടി. എനിക്ക് നല്ല ബോധ്യമാണ്. പക്ഷേ അനിയത്തിമാരൊക്കെ ഇല്ല, ഇന്നർ ഓർഗൻസിൻ്റെ കാര്യമല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 14th ഡേയിൽ എനിക്ക് വായിക്കാൻ കിട്ടിയത് പ്രോവർബ്സ് 6-ാം അധ്യായം 20 മുതൽ 14 വരെയാണ്. അതിൽ ദാമ്പത്യ വിശ്വസ്തത, ജ്ഞാനം, ദൈവദാനം, ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്നു, പിന്നെ വിവേകമുള്ള മകൻ എങ്ങനെയായിരിക്കണം, ജ്ഞാനം വീട് പണിയുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജ്ഞാനത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ. അത് കഴിഞ്ഞ് അന്ന് 2 ദിവസം കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെയെല്ലാം കുറയുന്നതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ നമുക്കറിയത്തില്ല. അന്ന് ഡേ 14ന് ഞാൻ വായിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അനിയത്തിയുടെ മോൾക്ക് ഡിസ്ചാർജായി, അവർ വീട്ടിലേക്ക് വിട്ടു. ബാക്കി ഇനിയും മെഡിസിനിൽ നിങ്ങൾ നോക്കിയാൽ മതി, ലിവറിൻ്റെ ഒക്കെ അതൊക്കെ കുഴപ്പമില്ല, തിരിച്ചു വന്നോളൂ എന്നും പറഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അവളുടെ സ്വഭാവം പെട്ടെന്നൊന്നും മാറിയിട്ടില്ലെങ്കിൽ കൂടെയും
ദൈവം അറിയാതെ ഒന്നും നടക്കുകയില്ല എന്നുള്ള ഒരു അനുഭവം വീട്ടുകാർക്കും നമുക്കും ഒക്കെ അന്ന് മുതലുണ്ടായേ. അതുവഴി ദൈവം പലരെയും വിശദീകരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം തോന്നി. പിന്നെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും, നമ്മൾ അവിടുത്തെ കരത്തിൻ കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ മതിയെന്നുള്ള ഒരു ബോധ്യമൊക്കെ അന്ന് ശരിക്കും ഉണ്ടായേ. അത് കഴിഞ്ഞ് 15-ാം ദിവസം എനിക്ക് വായിക്കാൻ കിട്ടിയത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം മുതൽ പിന്നെ മലാക്കി മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം മുതൽ 18 വരെ എനിക്ക് വായിക്കാൻ കിട്ടി. അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ജെറുസലേമിന് കിട്ടാൻ പോകുന്ന വാഗ്ദാനവും കർത്താവിൻ്റെ ദിനവും എന്ന ഹെഡിങ് ഒക്കെ ആയിരുന്നേ. മലാക്കിയിൽ ദൈവവും ജനവും പിന്നെ ആരാധനയിലെ അപാകതകൾ, ജനത്തിൻ്റെ കുറ്റങ്ങൾ, കർത്താവിൻ്റെ ദിനം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് വായിക്കുമ്പോൾ തോന്നിയത് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ലാണ് അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു എന്നുള്ള ഭാഗമാണ്. ഇത് വായിച്ചപ്പം എനിക്ക് തന്നെ തോന്നിയേ, നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ദേശം തന്നെ അനുഗ്രഹിക്കപ്പെടുമെന്ന ഒരു തോന്നൽ, ഒരു ബോധ്യമാണ് അന്ന് അത് വായിക്കുമ്പോൾ വന്നത്. പിന്നെ മത്തായിയുടെ സുവിശേഷം ഞാൻ വായിച്ചപ്പോൾ യേശുവിൻ്റെ വംശാവലിയും യേശുവിൻ്റെ ജനനവും ജ്ഞാനികളുടെ സന്ദർശനവും ഈജിപ്തിലേക്കുള്ള പലായനം വരെ ആയിരുന്നേ. അതിലെനിക്ക് തോന്നിയത് ഈശോ നമ്മുടെ ഉള്ളിൽ ജനിച്ച് അവിടുത്തെ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് മൈൻഡ് ചെയ്ത് കെയർ ചെയ്ത് ശ്രദ്ധിക്കണമെന്ന ഒരു ബോധ്യമായിരുന്നേ. പിന്നെ വന്നൊരു തോന്നൽ, ഞാനിതൊരു കോമൺ ഇൻറ്റൻഷൻ ആയിട്ടാണല്ലോ ഇത് ചെയ്തത്. എനിക്ക് അത് ഒരു അടുത്ത അനുഭവമായി അനീത്തിയുടെ കൊച്ചിൻ്റെ ഈ എക്സാമ്പിൾ കാണിച്ചു തരുമ്പോഴും ആർക്കൊക്കെയോ, ഞാൻ അറിയാത്ത ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എവിടേക്കോ ഇരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള പല അനുഭവങ്ങളും ഇതിലൂടെ, ഈ ബൈബിൾ വായനയിലൂടെ വന്നിട്ടുണ്ടായിരിക്കുമെന്ന ഒരു ഫീൽ എനിക്കന്ന് തോന്നിയേ. അതുപോലെ അതിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ മിനിസ്ട്രിയിലൂടെ ഒരുപാട് പേർക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നേ. ഇതിന് നേതൃത്വം നൽകുന്ന ടീം അംഗങ്ങളെയും റോസി ചേച്ചിയെയും ടീമിനെയും ദൈവം വഴി നടത്തി കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി ഈ ടീം അംഗങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയിലെല്ലാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ.